സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിൻ്റെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ട് കോടതി ഉത്തരവ് വന്നിരിക്കുന്നു. റഹീമിൻ്റെ കുടുംബം വലിയ സന്തോഷത്തിലാണ്, പ്രത്യേകിച്ച് ഉമ്മ. കഴിഞ്ഞ 18 വർഷമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മ ഇന്ന് ചിരിക്കുകയാണ്. ഉമ്മ സന്തോഷമായി? അൽഹംദുലില്ലാ അള്ളാഹുവിനെ സ്തുതിക്കുക. സന്തോഷം തന്നെ. എൻ്റെ കുട്ടിയെ എത്തിച്ച് കാട്ടിത്തരും. കണ്ടാലെല്ലാം എനിക്ക് സന്തോഷം പറയാൻ കഴിയുമോ? എന്നാലും ഇത്തോതിൽ എത്തിക്കിട്ടീന് അൽഹംദുലില്ലാ അള്ളാഹുവിനെ സ്തുതിക്കുക. നാട്ടുകാരും വീട്ടുകാരും കുട്ടിക്ക് പൈസ കൊടുത്ത് ഇവിടെ എത്തിക്കാൻ അള്ളാഹുവിൻ്റെ വേണ്ടോട് കൂടി താൻ എത്തി കിട്ടി. അള്ളാഹുവിനെ സ്തുതിക്കുക. ഞാൻ മകനോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? ഇന്ന് സംസാരിച്ചിന്, പക്ഷേ കയ്യല്ല ഫോൺ എടുക്കുമ്പോൾ. ഇന്ന് വർത്താനം പറഞ്ഞു, പക്ഷേ ഞാൻ കഴിച്ചിലായതിന് ആർക്ക് അടുത്ത് അവിടെ എത്തുമെന്ന് പറഞ്ഞിട്ട് എത്തി കാണട്ടെ. അള്ളാഹു എത്തിച്ചേരട്ടെ, എൻ്റെ കുട്ടിയെ കിട്ടും. സന്തോഷം പങ്കുവെച്ചോ ഉമ്മ? സന്തോഷം പങ്കുവെച്ച് വന്ന് കണ്ടാലല്ലോ മക്കളെ. അള്ളാഹു എത്തിച്ച് കാട്ടി തരട്ടെ, എൻ്റെ അടുത്ത് എത്തട്ടെ എൻ്റെ കുട്ടി. അതിനുള്ള ശ്രമങ്ങളൊക്കെ ചെയ്യും. കേരളക്കാരെ ഒന്നാകെ ഉമ്മയ്ക്കും മകനും ഒപ്പം നിന്നു. അവരോട് എന്താണ് ഉമ്മയ്ക്ക് പറയാനുള്ളത്? ഇനി തന്നെ ഓരൊക്കെ സഹായിച്ചതിൻ്റെ പേരിലല്ലേ എൻ്റെ കുട്ടി ഇങ്ങോട്ട് വരുമെന്ന് പറയാൻ അവിടെ ആയുസ് ഇട്ടിക്കുന്നത്. വധശിച്ചെത്തറിന് കഴിഞ്ഞിൻ്റെ മോൻ്റെ അളവിൽ അതിനൊക്കെ രക്ഷപ്പെടുത്തിയത് നാട്ടിലുള്ള ആളുടെ സഹകരണം കൊണ്ട് തന്നെയല്ലേ. ഇത്രയും കോടി ഉറുപ്പിയൊക്കെ നാട്ടുകാർ സഹായിച്ചു. എനിക്ക് അവർക്ക് എന്താ കൊടുക്കാനുള്ളത്? അള്ളാഹിനെ സ്തുതിക്കുക. അള്ളാഹു അവർക്ക് അതിനുള്ള പറഞ്ഞ പോലെ കൊടുക്കുക. ഞാൻ അള്ളാഹ്ക്ക് നന്ദി പറയാം. ഉമ്മയോട് മകൻ എന്താണ് പറഞ്ഞത്? പ്രാർത്ഥിക്കാൻ തന്നെ, എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറയാനും എന്നോട് പ്രാർത്ഥിക്കാനും അവൻ്റെ അടുത്ത് എത്തി കിട്ടാനും അതെന്നെ പറഞ്ഞു. വേറൊന്നുമില്ല. നമുക്ക് ഉണ്ടാക്കുമ്പോൾ അതാവ് കാണാനും. കഴിഞ്ഞ 18 വർഷം ജയിലിൽ കഴിഞ്ഞതിൻ്റെ അനുഭവം പറഞ്ഞോ? ചോദിക്കണ്ടേ പറയണ്ടേ പറഞ്ഞാൽ കേൾക്കാം. ഞാൻ ചോദിക്കണ്ടേ? ഒന്നും ചോദിക്കില്ല, ചോദിക്കാൻ കഴിയൂല. എന്നിട്ട് തന്നെ ചോദിക്കും, പക്ഷെ എന്താ ഒന്നും മിണ്ടാത്ത, എന്താ പറയാത്തത് നിന്നെ വർത്താൻ ചോദിക്കുന്നത്. കുട്ടി ഇങ്ങോട്ട് ചെല്ലും ഫോണെടുത്ത് സലാം ചെല്ലാൻ മടക്കാൻ എനിക്ക് കഴിയൂല. തൊണ്ടകളിട്ട് പ്രാർത്ഥിക്കാൻ മാത്രമാണ് ഉമ്മ പറഞ്ഞത്? പ്രാർത്ഥിക്കാൻ പറയും. എന്നോട് ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന അറിയും രണ്ടാളും. അത് മാത്രമേ പറയുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും. വേറെ പറയാൻ കഴിയൂല. ഉമ്മ മകനെ എപ്പം കാണാമെന്നാണ് കരുതുന്നത്? ഉമ്മ മകനെ എപ്പം കാണാമെന്നാണ് കരുതുന്നത്? എത്രയും പെട്ടെന്ന് വന്നാലല്ലേ കാണാൻ കഴിയുള്ളൂ. എത്രയും പെട്ടെന്ന് എത്തിച്ച് വരട്ടെ കാണാനും. ഇവരൊക്കെ പറഞ്ഞ ഒരു മാസം കഴിയുമ്പോൾ 5 ദിവസത്തിനുള്ളിലായിട്ട് എത്തി കിട്ടട്ടെ. കൊണ്ട് എത്തിരി വേഗത്തിൽ കാണാൻ തരട്ടെ. വിവിധ തരത്തിലുള്ള സംഘടനകൾ ഉമ്മയുടെ ഈ ആവശ്യം, മകൻ്റെയൊക്കെ ആവശ്യമായി ഓരോ ദിവസവും കോടതികൾ കയറിയും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങൾ കയറിയൊക്കെ കയറി ഇറങ്ങുകയാണ്. ഉമ്മ അവരോട് എന്താണ് പറഞ്ഞത്? അവരോടൊക്കെ തന്നെ ഓരൊക്കെ സന്ദർഭം കൊണ്ടല്ല എൻ്റെ കുട്ടീനെ കഴിച്ചിലാക്കാനുള്ള വിധി വന്നത്. ഇപ്പോൾ ഇത്രയും നാട്ടിലുള്ളവരും വീട്ടിലുള്ളവരും നിങ്ങളെപ്പോലത്തോരും വന്ന് സഹായം ചെയ്തിട്ട് എൻ്റെ കുട്ടിക്ക് വരാമെന്നുള്ളത് വർത്താനം പറയാനും കഴിഞ്ഞത് അവൻ്റെ ആ വധശിച്ചതിന് കഴിച്ചിലായതുകൊണ്ടിട്ട് അൽഹംദുലില്ലാ നല്ല അള്ളാഹിനെ സ്തുതിക്കുക. മകൻ ഏതാണ്ട് 1 മാസത്തിൻ്റെ അപ്പുറത്തേക്ക് എത്തും, ഉറപ്പായിട്ട് എത്തും. അപ്പോൾ ഉമ്മ എന്താണ് മകന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്? അതിപ്പോൾ എൻ്റെ കുട്ടീനെ കണ്ടിട്ടല്ലാതെ എനിക്ക് പറയാൻ കഴിയും. ഞാൻ എന്ത് കരുതി വെക്കാനും എൻ്റെ കുട്ടിക്ക് വേണ്ടി എത്തിക്കിട്ടാണ്. എൻ്റെ കുട്ടി വന്ന് കണ്ടിട്ടല്ലേ കൊടുക്കാനും വേങ്ങലും ചെയ്യാനൊക്കെ. നമുക്ക് കാണാനുള്ള വിധത്തിൻ്റെ എത്തട്ടെ അമ്മ അങ്ങനെ വിളിക്കാനും അത് കാണട്ടെ. അത്രയോ ആകാംക്ഷയുണ്ട് മകനെ കാണാൻ. ഞാൻ നിൽക്കും. നമുക്ക് ആർക്കും മക്കളില്ലേ? ഞാനൊരു പെറ്റമ്മല്ലേ? അല്ലാതെ എത്തിച്ചേട്ടാ മക്കളെ. വർത്താനം പഠിപ്പിക്കലേക്ക് പറയാൻ കഴിയില്ല. ഈ സമയത്ത് പണം കൊടുത്തിട്ട് ഈ വധശിക്ഷ റദ്ദാക്കി നിൽക്കുന്നവരെയുള്ള കുറേ സമയമുണ്ട്. ആ സമയം എങ്ങനെയാണ് ഉമ്മ കഴിച്ചു കൂട്ടിയത്? എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ എൻ്റെ അളവിൽ ആ ദിവസവും മാസം പോയതെന്ന് പറയാൻ കിട്ടില്ല. ഇങ്ങനെയൊക്കെ രാവിലെ ആകണേ വൈകുന്നേരം ആകുന്നില്ല, പറയാൻ കഴിയുന്നില്ല. ഈ ദിവസം തന്നെ എങ്ങനെയാണ് കഴിഞ്ഞെന്ന് അറിയില്ല. ഈ പൈസ കൊടുത്തിട്ട് ദിവസം പോയത് അറിയാൻ കഴിയില്ല. ഇതൊക്കെ ഒരളവിൽ പോകുന്നുണ്ട്. ജീവന് പിടിച്ചാൽ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ അത് നിർത്തി തരട്ടെ കുട്ടിയെ കാണുന്നവർക്കും. അത്രേ പറയാനുള്ളൂ. ഈ പണപ്പിരിവുമായി ബന്ധുക്കൾക്ക് എങ്ങനെയാണ് ആ ഒരു അനുഭവം പറയാൻ കഴിയുമോ? നമുക്കിപ്പോൾ 34 കോടി അവർ ആവശ്യപ്പെട്ടു. നമ്മൾക്ക് എവിടെ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റും? അപ്പോൾ സമൂഹത്തിലേക്ക് നമ്മൾ ഇട്ടുകൊടുത്തു. സമൂഹത്തിൽ ഇട്ടുകൊടുത്ത് നിങ്ങളെപ്പോലെ ചാനല്, ബ്ലോഗേഴ്സ്, യൂട്യൂബർമാർ ഇട്ടുകൊടുത്തു. ഒരു പ്രതീക്ഷയില്ല. 34 കോടി നമുക്ക് എവിടെ നിന്ന് കിട്ടാനാണ്? ചിന്തിച്ചാൽ അറ്റില്ല. ഇല്ല, ഒരു മാസം കൊണ്ട് നമുക്ക് 34 അതിൻ്റെ അപ്പുറം വന്നു, ക്യാഷ് വന്നു. അതിന് ആദ്യമായിട്ട് ഇതിന് സഹകരിച്ച എല്ലാവരും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇന്ന് കോടതി ഉണ്ടായിരുന്നു. കോടതിയിൽ വധശിക്ഷ റദ്ദ് ചെയ്തു എന്ന് പറയുന്നതിൽ ഇന്ന് ഒപ്പുവെക്കുന്ന ഒരു ചടങ്ങായിരുന്നു. അതോടുകൂടി നമ്മളെ റഹീമിൻ്റെ അനിയൻ്റെ വധശിക്ഷ ക്ലോസ് ചെയ്തു. ഇനിയില്ല, ഇനി അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പോൾ ഇന്ന് നമ്മളിവിടുന്ന് കൊടുത്തയച്ച പൈസ അവർക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ട്. അവരുടെ വക്കീലിന് പൈസ കൈമാറ്റം ചെയ്തു. ഇനി അവനക്ക് ഇങ്ങോട്ട് വരുന്ന ഒരു റീസ് ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഏകദേശം 2-3 ആഴ്ചയാണ് കോടതിൻ്റെ ടൈം ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ മരുന്ന് വാങ്ങാൻ വെച്ച പണമടക്കം റഹീമിൻ്റെ മോചനത്തിനായി ഓരോരുത്തർ എടുത്തു തന്നു എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ആ അനുഭവത്തെ കാണുന്നത്? അത് ഇപ്പോൾ ഈ ടീമായിരുന്നു അന്ന് പോയിരുന്നത്. അത് ഓരോ നമ്മൾ റോട്ടിലൊക്കെ വക്കറ്റായിട്ട് ഇങ്ങനെ നടക്കുക, ബീച്ചുകളിലും പള്ളികളിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ മരുന്നിന് വേണ്ടിയിട്ട് ഒരു ടീം പോവാം, ഒരു ഫാമിലി.
അപ്പോൾ ആ മരുന്നിൻ്റെ ഷീട്ട് മാറ്റി വെച്ചിട്ട് ആ മരുന്ന് വാങ്ങാനുള്ള പൈസ ബക്കറ്റിലിട്ട്, അപ്പോൾ ആവശ്യം ഇവൻ്റെ ജീവൻ രക്ഷിക്കുക, ഒരൊന്നും 2 ദിവസം മരുന്ന് കുടിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, അവൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ചിന്താഗതിയിലാണ് ആ മരുന്നിൻ്റെ പൈസ പോലും ഈ ബക്കറ്റിലിട്ട്. വല്ലാത്തൊരു ഇത് കണ്ണിന്ന് വെള്ളം വരിക ആ രംഗങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ, ആ ഫണ്ട് പിരിപ്പിക്കുമ്പോഴും. എന്തായാലും അത്രയും ആളുകൾ അത് ലോകത്തിലുള്ള പല ഭാഗത്തു നിന്നും നമുക്ക് ഈ റഹീമിൻ്റെ ഇതിലേക്ക് വേണ്ടി ഫണ്ട് എല്ലാവരോടും നന്ദി പറയാണ്, വാക്കുകളില്ല അവരോട്. പണത്തിനപ്പുറം എല്ലാവരുടെയും പ്രാർത്ഥന റഹീമിൻ്റെ മോചനത്തിനായി ഉണ്ടായിട്ടുണ്ട്. അതെ അതെ അതെ, ഒരുപാട് ആളുകൾ പ്രാർത്ഥന, ഒരുപാട് ആളുകൾ ഇവിടെ വരും, ഇവിടെ വന്നിട്ട് ഉമ്മനെ സമാധാനിപ്പിക്കും, പ്രാർത്ഥിക്കുക, അതന്നെ. പിന്നെ ഫണ്ട് കിട്ടേണ്ട കാര്യത്തിൽ ഒരുപാട് ആളുകൾ, ഈ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ രാവും പകലും രാത്രി 12 മണി 1 മണി 2 മണിയാവും ഈ വീട്ടിൽ നിന്ന് പോകാൻ. ഇത് ഈ വീടൊരു ഓഫീസാക്കിയിട്ട് തന്നെ ഇന്ന് നിർത്തിന്. രാത്രി ഇവർക്കൊക്കെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോഴൊക്കെ അറിയാം, രാവും പകലും എല്ലാം കഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് എന്താണ് പറയുക? ഞാനിവന് ഒരുമിച്ചായിരുന്നു ഫണ്ട് പിരിക്കാനും കളക്ഷനും കാര്യത്തിനൊക്കെ പോയിരുന്നത്. നമ്മൾ ഗ്രൂപ്പ് തന്നെ ഉണ്ട്, നമ്മൾ ഗ്രൂപ്പ് മൊത്തത്തിൽ ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് പല ഭാഗത്തും. ഭയങ്കര ആളുകൾ സഹകരണം ഭയങ്കരമായിരുന്നു. നമ്മൾ ചോദിക്കുന്നതിന് മുന്നേ തന്നെ ആളുകൾ പൈസ നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാവരും ഒരുവിധം എല്ലാ ചാനലുകളിലും മറ്റേ ഫേസ്ബുക്ക് പോലത്തെ എല്ലാ പ്ലാറ്റ്ഫോമിലും സാധനം കൂടിയുണ്ട്. നമുക്ക് അത് അവരെ പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. റഹീമിൻ്റെ കേസല്ല നമ്മൾ അറിയും. അപ്പോൾ അവരെ കീശയിൽ എന്താണുള്ളത് എടുത്ത് തരികയാണ്. എല്ലാവർക്കും ഭയങ്കര അവൻ എന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹമാണ് എല്ലാവർക്കും ഉള്ളത്. പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മളെ ബോച്ചെ, അദ്ദേഹത്തെ നമുക്ക് മറക്കാനേ പറ്റില്ല. കാരണം അദ്ദേഹം അന്ന് ആ രംഗത്തിറങ്ങി ഇവിടെ വന്ന് ഉമ്മനെ വന്ന് കണ്ട് ഉമ്മനെ സമാധാനിപ്പിച്ച്, അദ്ദേഹത്തിൻ്റെ ആ രംഗം, ആ ഇറക്കം, എന്താ പറയുക, റഹീമിൻ്റെ ഈ ഫണ്ടിലേക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഇത് സംഭവിച്ചു. ബോച്ചൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. ഉമ്മ ഇനി സാങ്കേതികമായുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് നടക്കാനുള്ളത്. ഉമ്മ അടുത്തേക്ക് എത്തും, ഉമ്മയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഉമ്മ എന്തിനാണ് ഈ മൗനിയായി ദുഃഖത്തോടെ നിൽക്കുന്നത്? സന്തോഷിക്കാലോ. ഇല്ലല്ലോ, ദുഃഖിക്കുകയല്ലോ, അവനെപ്പെട്ട് കാണിച്ചു നമ്മൾ. ദുഃഖമൊന്നുമില്ല, ദുഃഖമൊക്കെ മാറി. കഴിഞ്ഞ 18 വർഷത്തെ സ്നേഹം കൊടുക്കാണ്ട് ഉമ്മയ്ക്ക് മകന് മോൻ വരട്ടെ, സ്നേഹമൊക്കെ കൊടുക്കാൻ ഇവിടെ എത്തി കിട്ടട്ടെ, കൊടുക്കാൻ എല്ലാവർക്കും. കല്യാണം കഴിപ്പിക്കണോ പെട്ടെന്ന്? ഉമ്മയുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ കണ്ണുനീരാണുള്ളത്. സന്തോഷത്തിന് കണ്ണീരപ്പോൾ സന്തോഷം മോനെ കാട്ടിത്തരും, എന്നാലും സന്തോഷത്തിന് കണ്ണീരും വരും. അള്ളാഹു എത്തിച്ചേരട്ടെ, അള്ളാഹിനോട് പറയാം. അബ്ദുറഹീമിൻ്റെ മോചനത്തിന് ഇനി സാങ്കേതികമായ ചില കടമ്പകൾ മാത്രമാണുള്ളത്. അബ്ദുറഹീം ഏതാണ്ട് 1 മാസത്തിനകം തന്നെ ഈ വീട്ടിലേക്ക്, ഉമ്മയുടെ അടുത്തേക്ക് എത്തും. മലയാളക്കാരുടെ ഒന്നാകെയുള്ള പ്രാർത്ഥനയും സഹായവും കൊണ്ട് മാത്രമാണ് അബ്ദുറഹീമിന് ഇവിടേക്ക് തിരികെ എത്താൻ കഴിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷബീറിനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.